നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ ബുള്ളറ്റിൽ നിന്നുള്ള കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 600 ചോദ്യങ്ങളാണ്. കേരള പി എസ് സി LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് വക്കം മൗലവിയാണ്. കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വക്കം മൗലവിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം എവിടെയാ സുഹൃത്തുക്കളെ? ചെമ്പഴന്തിയാണ്. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസിക ഉണ്ണി നമ്പൂതിരി. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവാണ്. മൈസൂരിൽ ഭിഷഗ്വരനായിരുന്ന അല്ലെങ്കിൽ ഡോക്ടർ ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ്. മൈസൂരിൽ ഭിഷഗ്വരൻ അല്ലെങ്കിൽ ഡോക്ടർ ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തിന്റെ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചതാണെന്ന് ചോദിച്ചാൽ അത് വക്കം മൗലവിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ചോദിച്ചാൽ അത് ചെമ്പഴന്തിയാണ്. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസിക ഉണ്ണി നമ്പൂതിരി. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവാണ്. മൈസൂരിൽ ഭിഷഗ്വരനായിരുന്ന അല്ലെങ്കിൽ ഡോക്ടറായി പ്രവർത്തിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ്. ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു വാഗ്ഭടാനന്ദൻ. ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. ജീവകാരുണ്യ നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഒരുപാട് തവണ ചോദിച്ചതാണ്. ജീവകാരുണ്യ നിരൂപണം ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 1856 ബാസൽ മിഷൻ മലബാറിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് എവിടെയാണ് ആരംഭിച്ചത്? തലശ്ശേരിയിലാണ്. 1856 ബാസൽ മിഷൻ മലബാറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ചോദിച്ചാൽ അത് NSS ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന എവിടത്തെ കേരളത്തിലെ സംഘടന എന്ന് ചോദിച്ചാൽ അത് NSS ആണ്, അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ വർക്കലയിൽ കണ്ടുമുട്ടിയ വർഷം 1925 മാർച്ച് മാസം 12-ാം തീയതി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ വർക്കലയിൽ കണ്ടുമുട്ടിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1925 മാർച്ച് മാസം 12-ാം തീയതിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാഗ്ഭടാനന്ദനാണ്. ജീവകാരുണ്യ നിരൂപണം ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 1856 ബാസൽ മിഷൻ മലബാറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച കേരളത്തിലെ സംഘടന എന്ന് ചോദിച്ചാൽ അത് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ വർക്കലയിൽ കണ്ടുമുട്ടിയ വർഷം 1925 മാർച്ച് മാസം 12-ാം തീയതി. ലീഗ് ഓഫ് ഓപ്രൈസ്ഡ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകനാരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. നല്ലൊരു പോയിന്റ് ആണ്. ലീഗ് ഓഫ് ഓപ്രൈസ്ഡ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകനാര് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. പുരോഗമന ആശയങ്ങൾ കാരണം സോതി തിരുനാളിന്റെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. പുരോഗമന ആശയങ്ങൾ കാരണം സോതി തിരുനാളിന്റെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. നിഴൽത്താങ്കൾ എന്ന പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. നിഴൽത്താങ്കൾ എന്ന പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ്, അതായത് 1950 ജനുവരി മാസം 25-ാം തീയതി അന്തരിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു. ചോദ്യങ്ങൾ വന്നിരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇന്ത്യൻ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ്, അതായത് 1950 ജനുവരി മാസം 25-ാം തീയതി അന്തരിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പു ആണ്. SNDP യോഗത്തിന്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പു ആണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ
വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ പൽപു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ലീഗ് ഓഫ് ഒപ്രൈസ്ഡ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകനാര് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. പുരോഗമന ആശയങ്ങൾ കാരണം സ്വാതിരുന്നാളിന്റെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. നിഴൽത്താങ്കൾ എന്ന പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ്, അതായത് 1950 ജനുവരി മാസം 25 അന്തരിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപു ആണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു ആണ്. പഠിക്കുക. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കന്നിപ്പത്ത് ദിനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കന്നിപ്പത്ത് ദിനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജന്മദിനവും മരണദിനവും അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട ഏക നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. പഠിക്കുക. ജന്മദിനവും മരണദിനവും അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. കാട്ടിലെ ജ്യേഷ്ഠൻ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പഠിക്കണം. കാട്ടിലെ ജ്യേഷ്ഠൻ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു ഡോക്ടർ ME നായിഡു. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു ഡോക്ടർ ME നായിഡു. ഒന്നുകൂടി പറയാം, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. കന്നിപ്പത്ത് ദിനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജന്മദിനവും മരണദിനവും അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. കാട്ടിലെ ജ്യേഷ്ഠൻ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ME നായിഡുവാണ്. ഡോക്ടർ ME നായിഡുവാണ്. പഠിക്കുക. അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന പുസ്തകം രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലന്റെ. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ AK ഗോപാലന്റെയാണ്. കേരളം ഇന്നലെ ഇന്ന് നാളെ രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. കേരളം ഇന്നലെ ഇന്ന് നാളെ രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ശ്രീനാരായണ ഗുരുവിനെ ഈ പരാമർശം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലുവയിലെ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലുവയിലെ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയുവാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപുവാണ്. അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന് അറിയിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദൻ. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലന്റെയാണ്. കേരളം ഇന്നലെ ഇന്ന് നാളെ രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ആലുവയിലെ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. ദീപിക എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ദീപിക എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് K കേളപ്പനാണ്. അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ K കേളപ്പനാണ്. നളിനി ആരുടെ രചനയാണ്? കുമാരനാശാന്റെ. കുമാരനാശാന്റെ വളരെ പ്രശസ്തമായിട്ടൊരു രചനയാണ് നളിനി എന്ന് പറയുന്നത്. മദ്രാസ് സർവകലാശാല കുമാരനാശാന് മഹാകവി പട്ടം നൽകിയ വർഷം 1922. മദ്രാസ് സർവകലാശാല കുമാരനാശാന് മഹാകവി പട്ടം നൽകിയ വർഷം 1922. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. നമ്മുടെ നവോത്ഥാന നായകന്മാരെന്നുള്ള ഭാഗത്ത് വ്യക്തമായിട്ട് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലാസിന്റെ ലിങ്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഡിസ്കഷനിൽ കൊടുത്തിരിക്കാം. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ച നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുമാരനാശാൻ എഡിറ്റർ ആയിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയം. കുമാരനാശാൻ
എഡിറ്റർ ആയിരുന്ന SNDPയുടെ മുഖപത്രം ചോദിച്ചാൽ അത് വിവേകോദയമാണ്. ഒന്നുകൂടി പറയാം, ദീപിക എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. NSSന്റെ അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. നളിനി ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ കുമാരനാശാന്റെ. മദ്രാസ് സർവകലാശാല കുമാരനാശാന്റെ മഹാകവി പട്ടം നൽകിയ വർഷം 1922. യാതന അനുഭവിക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് ചാവറ ഏലിയാസ് അച്ഛനാണ്. കുമാരനാശാൻ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയം. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ KP കേശവമേനോനാണ്. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ KP കേശവമേനോനാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനത്തിന്റെ പങ്കെടുത്ത വനിതയാരെന്ന് ചോദിച്ചാൽ അത് AV കുട്ടിമാളു അമ്മയാണ്. പഠിച്ചോളെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനത്തിലും പങ്കെടുത്ത മലയാളി വനിതയാരെന്ന് ചോദിച്ചാൽ അത് കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മയാണ്. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ കുമാരനാശാന്റെ കൃതിയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. എവിടെയാണ് ചട്ടമ്പിസ്വാമി സ്മാരക സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് പന്മനയാണ്. എവിടെയാണ് ചട്ടമ്പിസ്വാമി സ്മാരക സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് പന്മനയാണ്. ഒന്നുകൂടി പറയാം, മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ KP കേശവമേനോനാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലും അതുപോലെ തന്നെ സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത മലയാളി വനിതയാരെന്ന് ചോദിച്ചാൽ AV കുട്ടിമാളു അമ്മയാണ്. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് കുമാരനാശാന്റെ. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എവിടെയാണ് ചട്ടമ്പിസ്വാമി സ്മാരക സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് പന്മനയാണ്. യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908. യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908 ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. പഠിച്ചോളെ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭ പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായിട്ട് നിയമസഭ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സ്ത്രീ ശാസ്ത്രീകരണത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു കുടുംബമാണ് മലബാറിലെ ആനക്കര വടക്കത്ത് വീട്. വീട്ടുപേര് മറക്കല്ലേ, ആനക്കര വടക്കത്ത് വീട്. താഴെ പറയുന്നതിൽ ആനക്കര വടക്കത്ത് വീട്ടു കുടുംബത്തിലെ അംഗമല്ലാത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ലളിത പ്രഭുവാണ്. അപ്പോ ആനക്കര കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് AV കുട്ടിമാളു അമ്മ, അതുപോലെ തന്നെ അമ്മു സ്വാമിനാഥൻ, ക്യാപ്റ്റൻ ലക്ഷ്മി. ഈ 3 പേരുടെ പേര് പഠിച്ചു വെച്ചോളേ. ഇവര് 3 പേര് ഒരു കുടുംബത്തിലുള്ളവരാണ്. AV കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, അമ്മു സ്വാമിനാഥൻ. ഇവരെ എല്ലാം നമുക്ക് അറിയാവുന്ന കേരളത്തിലെ മഹിളാ രത്നങ്ങളാണ്. അപ്പോ അതിനകത്ത് പെടാത്തതാരെന്ന് ചോദിച്ചാൽ അത് ലളിത പ്രഭു മാത്രമാണ്. ആ പേര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ 3 പേരുകൾ പഠിക്കുക. കേരളത്തിലെ സ്ത്രീ ശാസ്ത്രീകരണത്തിന് വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരു കുടുംബമാണ് മലബാറിലെ ആനക്കര വടക്കത്ത് വീട്. താഴെ പറയുന്നതിൽ ആനക്കര വടക്കത്ത് കുടുംബത്തിലെ അംഗമല്ലാത്തതാര് എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അംഗങ്ങൾ ആരൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്? AV കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, അമ്മു സ്വാമിനാഥൻ പഠിക്കുക. പന്മന ആശ്രമം ആരുടെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പന്മനാശ്രമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. സുജന നന്ദിനി എന്ന പത്രം ഏത് വർഷമാണ് ആരംഭിച്ചത്? 1891. സുജന നന്ദിനി എന്ന പത്രം ഏത് വർഷമാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് 1891. അമരാവതി സത്യാഗ്രഹം നയിച്ചതാരെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ്. അമരാവതി സത്യാഗ്രഹം നയിച്ചതാരാണ്? AK ഗോപാലനാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പന്മന ആശ്രമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുമായിട്ട്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വൈദ്യുത സമരം നടന്ന ജില്ല തൃശൂർ ജില്ല. സുജനനന്ദിനി പത്രം ഏത് വർഷമാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് 1891. അമരാവതി സത്യാഗ്രഹം നയിച്ചത് AK ഗോപാലനാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. വെങ്ങാനൂർ ഏത് നവോത്ഥാന നായകന്റെ ജന്മസ്ഥലമാണ്? അയ്യങ്കാളിയുടെ. വെങ്ങാനൂർ ഏത് നവോത്ഥാന നായകന്റെ ജന്മസ്ഥലമാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയുടേതാണ്. നെടുമങ്ങാട് ചന്തലകള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായി. നെടുമങ്ങാട് ചന്തലകള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
കുട്ടൻകുളം സമരം നടന്ന സ്ഥലം ഇടുക്കി ജില്ല. കുട്ടൻകുളം സമരം നടന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്നതിനും വേണ്ടി തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടും സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1917 കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാവാണ് സി കൃഷ്ണൻ. 1917 കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാവ് സി കൃഷ്ണനാണ്. മുത്തുക്കുട്ടി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമിയാണ്, അല്ലെങ്കിൽ മുത്തുക്കുട്ടി സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. ഒന്നുകൂടി പറയാം, വെങ്ങാനൂർ ഏത് നവോത്ഥാന നായകന്റെ ജന്മസ്ഥലമാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുടെ. നെടുമങ്ങാട് ചന്തലകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായി. കുട്ടൻകുളം സമരം നടന്ന സ്ഥലം ചോദിച്ചാൽ ഇടുക്കിയാണ്. കേരളത്തിലെ പുലയർക്ക് വേണ്ടി വഴി നടക്കാനും സ്കൂൾ പ്രവേശനം ലഭിക്കാനും വേണ്ടി തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1917 കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്ന പ്രക്ഷോഭം 1917 കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാവ് സി കൃഷ്ണനാണ്. മുത്തുക്കുട്ടി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കേസരി ബാലകൃഷ്ണപിള്ള. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ജന്മവും കാണവും. പഠിച്ചോളനെ, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ജന്മവും കാണവും. ജന്മി കുടിയാൻ വ്യവസ്ഥയെ കുറിച്ച് പറയുന്നതാണ് ജന്മവും കാണവും. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ജന്മവും കാണവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിലനിന്നിരുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം പാട്യമാണ്. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം എവിടെയാണ്? പാട്യമാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1905 സ്ഥാപിതമായ നായർ സമുദായത്തിന്റെ സാമൂഹ്യ സംഘടന കേരളീയ നായർ സമാജം. 1905 സ്ഥാപിതമായ നായർ സമുദായത്തിന്റെ സാമൂഹിക സംഘടന എന്ന് ചോദിച്ചാൽ അത് കേരളീയ നായർ സമാജമാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ചാന്നാർ ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. ചാന്നാർ ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് കലാപം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം. ശ്രീബുദ്ധ ചരിതം രചിച്ചത് കുമാരനാശാൻ. ശ്രീബുദ്ധ ചരിതം രചിച്ചത് കുമാരനാശാനാണ്. ഏതു ജില്ലയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത്? ആലപ്പുഴ ജില്ല. ഏതു ജില്ലയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. ശ്രീമൂലം പ്രചാര സഭയിൽ 25 വർഷം അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ശ്രീമൂലം പ്രചാര സഭയിലെ 25 വർഷം അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലീനായിരുന്ന മലബാറിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനായിരുന്ന അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മലബാറിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ചാന്നാർ ലഹള അറിയപ്പെട്ട മറ്റൊരു പേര് മേൽമുണ്ട് കലാപം. ശ്രീബുദ്ധ ചരിതം രചിച്ചത് കുമാരനാശാൻ. ഏതു ജില്ലയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയില്. ശ്രീമൂലം പ്രചാര സഭയിൽ 25 വർഷം അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികൻ എന്നറിയപ്പെടുന്ന മലബാറിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചതിലൂടെ പ്രശസ്തമായ ദേശം ഏതാണ്? അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചതിലൂടെ പ്രശസ്തമായ ദേശം എന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറമാണ്. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പുവാണ്. ലളിതോപഹാരം കിളിപ്പാട്ട് എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ലളിതോപഹാരം കിളിപ്പാട്ട് എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യന്മാരിൽ ഉൾപ്പെടാത്തതാര് എന്ന് ചോദിച്ചാൽ അത് കർമ്മസിദ്ധരാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യന്മാരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മസിദ്ധർ, ഭീമസിദ്ധർ, അതുപോലെ നകുലൻ സിദ്ധർ. ആരൊക്കെയാണ്? ധർമ്മസിദ്ധരും ഭീമസിദ്ധരും അതുപോലെ നകുലസിദ്ധരുമാണ് വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യന്മാരിൽ പെടുന്നത്. പഠിക്കുക. ജ്ഞാന പ്രജാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് അയ്യാവ് സ്വാമികളാണ്. പഠിച്ചോളെ, ജ്ഞാന പ്രജാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് അയ്യാവ് സ്വാമികളാണ്.
കേരളത്തിൽ 1932 നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ 1932 നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. തമിഴ്നാട്ടിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്തത് EV രാമസ്വാമി നായ്ക്കരാണ്. തമിഴ്നാട്ടിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്ത വ്യക്തിയാണെന്ന് ചോദിച്ചാൽ EV രാമസ്വാമി നായ്ക്കരാണ്. കല്ലുമാല സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യൻകാളിയാണ്. കല്ലുമാല സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യൻകാളിയാണ്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവനാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നു. തത്വപ്രകാശിക ആശ്രമത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. തത്വപ്രകാശിക ആശ്രമത്തിന്റെ സ്ഥാപകനാണ് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. സ്തോത്രമന്ദാരം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ. സ്തോത്രമന്ദാരം ആരുടെ കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി അല്ലെങ്കിൽ NSSന്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മന്നത്ത് പത്മനാഭനാണ്. കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അഗമാനന്ദ സ്വാമികളാണ്. കാലടിയിലെ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അഗമാനന്ദ സ്വാമികളാണ്. ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തത്വപ്രകാശിക ആശ്രമത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. സ്ത്രോത്രമന്ദാരം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് KP കറുപ്പന്റെ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അഗമാനന്ദ സ്വാമികളാണ്. ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് KP കറുപ്പനാണ്. അഗ്നിസാക്ഷി ആരുടെ രചനയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി ആരുടെ രചനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. എവിടെയാണ് ശ്രീനാരായണ ഗുരു സത്യം, കർത്തവ്യം, ദയ എന്നെഴുതിയ ശില ഉപയോഗിച്ച് പ്രതിഷ്ഠാകർമ്മം നടത്തിയെന്ന് ചോദിച്ചാൽ അത് മുരിക്കുംപുഴയിലാണ്. എവിടെയാണ് ശ്രീനാരായണ ഗുരു സത്യം, കർത്തവ്യം, ദയ എന്നെഴുതിയ ശില ഉപയോഗിച്ച് പ്രതിഷ്ഠാകർമ്മം നടത്തിയെന്ന് ചോദിച്ചാൽ അത് മുരിക്കുംപുഴയിലാണ്. ബിലാത്തി വിശേഷം രചിച്ചത് ആരാണ്? KP കേശവമേനോനാണ്. എന്റെ ബിലാത്തി വിശേഷങ്ങൾ രചിച്ചത് KP കേശവമേനോനാണ്. മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K അയ്യപ്പനാണ്. മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചാലും ചോദിച്ചാൽ അത് K അയ്യപ്പനാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. പഠിക്കുക. അപ്പോ അഗ്നിസാക്ഷി ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ ലളിതാംബിക അന്തർജനം. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. എവിടെയാണ് ശ്രീനാരായണ ഗുരു സത്യം, കർത്തവ്യം, ദയ എന്നെഴുതിയ ശില ഉപയോഗിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുരിക്കുംപുഴയിലാണ്. എന്റെ ബിലാത്തി വിശേഷങ്ങൾ രചിച്ചത് KP കേശവമേനോനാണ്. മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K അയ്യപ്പനാണ്. ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. പഠിക്കുക. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവർ എന്തിന്റെ നേതാക്കളെന്ന് ചോദിച്ചാൽ അത് മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ടിരുന്ന നേതാക്കളാണ്. പഠിച്ചോളെ. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവർ എന്തിന്റെ നേതാക്കളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാക്കളാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായിക ആര്യ പള്ളം. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായിക ആര്യ പള്ളമാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരത്തുകളിൽ കൂടി യാത്ര ചെയ്യാൻ അവർണർക്ക് അവകാശം നൽകുന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരത്തുകളിൽ കൂടി യാത്ര ചെയ്യാൻ അവർണർക്ക് അവകാശം നൽകിയ സമരം എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമായിരുന്നു. നിർവൃതി പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. നിർവൃതി പഞ്ചകം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഒന്നുകൂടി പറയാം. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവർ എന്തിന്റെ നേതാക്കളാണെന്ന് ചോദിച്ചാൽ അത് മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാക്കളാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായിക ആര്യ പള്ളമാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരത്തുകളിൽ കൂടി യാത്ര ചെയ്യാൻ അവർണർക്ക് അവകാശം നൽകിയ സമരം വൈക്കം സത്യാഗ്രഹം. നിർവൃതി പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു.
വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പൊയ്കേരി യോഹന്നാന്റെ ജന്മസ്ഥലം പത്തനംതിട്ടയിലെ ഇരവിപേരൂരാണ്. പൊയ്കേരി യോഹന്നാന്റെ ജന്മസ്ഥലം പത്തനംതിട്ടയിലെ ഇരവിപേരൂരാണ്. സുഹൃത്തുക്ക് വേണ്ടി ഒരു ചോദ്യം. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതാരാണ്? അറിയുന്നവർ കമന്റ് ചെയ്യുക. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതാര് എന്ന് ചോദിക്കുന്നു. കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾ. ഉത്തരം കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പദവി നൽകിയത് ആലത്തൂർ സ്വാമി ശിവാനന്ദ യോഗിയാണ്. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പദവി നൽകിയതാരെന്ന് ചോദിച്ചാൽ അത് ആലത്തൂർ സ്വാമി ശിവാനന്ദ യോഗികളാണ്. ഏത് പദ്യത്തിലൂടെയാണ് കുമാരനാശാൻ ജാതി വ്യവസ്ഥയെ എതിർത്തത്? ദുരാവസ്ഥയിലൂടെ. ഏത് പദ്യത്തിലൂടെയാണ് കുമാരനാശാൻ ജാതി വ്യവസ്ഥയെ എതിർത്തത് എന്ന് ചോദിച്ചു? ദുരാവസ്ഥയിലൂടെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പൊയ്കേരി യോഹന്നാന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതാര് എന്ന് സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പദവി നൽകിയതാര് എന്ന് ചോദിച്ചാൽ ആലത്തൂർ ശിവാനന്ദ യോഗികളാണ്. അതുപോലെ തന്നെ ഏത് പദ്യത്തിലൂടെയാണ് കുമാരനാശാൻ ജാതി വ്യവസ്ഥയെ എതിർത്തതെന്ന് ചോദിച്ചാൽ ദുരാവസ്ഥയാണ്. സുഹൃത്തുക്കൾ പഠിക്കുക ഇത്രയും ഭാഗം. ഇത്രയുമായിരുന്നു നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നുള്ള നവോത്ഥാന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള 600 ചോദ്യങ്ങളുടെ 2ാം ഭാഗം. സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.